ജാക്കബിയൻ ഏജിലെ ഫേമസ് പ്ലെയറായിട്ടായിരുന്ന ബെൻ ജോൺസൻ്റെ ഒരു പ്ലേ ആണ് ദ ആൽക്കമിസ്റ്റ് എന്നത്. ടൈറ്റിൽ മാറിപ്പോകരുത്. ദ ആൽക്കമിസ്റ്റ് എന്നൊരു നോവല് പൗലോ കൊയ്ലോയും കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേയും നോവലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആകരുത്. 1610 കിങ്സ്മാൻ ആണ് ഇത് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ജോൺസൻ്റെ ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് കോമഡി ആയിട്ടാണ് ഈ ഒരു പ്ലേ കൺസിഡർ ചെയ്യുന്നത്. 1600 ലണ്ടനിൽ പ്രിവലൻ്റ് ആയിട്ടുള്ള ആസ്ട്രോണമി, ആൽക്കമിയൊക്കെ ജോൺസൺ ഈ ഒരു പ്ലേയിലൂടെ സെറ്റാറൈസ് ചെയ്യുന്നതിലൂടെ ജോൺസൺ ആ ഒരു ഏജിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഗ്രീഡ്, ഗള്ളിബിലിറ്റി, ചീറ്റിംഗ്, ട്രിക്കറി ഇതൊക്കെയാണ് ഷോക്കേസ് ചെയ്യുന്നത്. എലിസബത്തൻ ഏജിന് ശേഷമുള്ള പീരീഡാണ് ജാക്കബിയൻ ഏജ് എന്ന് പറയുന്നത്. കിങ് ജെയിംസ് ഫസ്റ്റ് ആണ് റൂൾ ചെയ്തിരുന്നത് ആ ഒരു ടൈമിൽ. എലിസബത്തൻ ഏജിൽ പ്ലേസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ട്രാജിക് ആൻഡ് കോമിക് ആയിരുന്നു. ജാക്കബിയൻ ഏജിൽ പ്ലേസ് വെർ മോസ്റ്റ്ലി ഡാർക്കർ ഇൻ ടോൺ ആൻഡ് ദ ക്വസ്റ്റ്യൻ സോഷ്യൽ ഡിസോർഡേഴ്സ്, വയലൻസ്, സെക്സ്, ഇമ്മൊറാലിറ്റി ഒക്കെയാണ് മെയിൻ തീം. നെക്സ്റ്റ് നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കാം. ലണ്ടനിലെ ഒരു റിച്ച് മാനായിട്ടുള്ള ലൗവിറ്റിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു ഇവൻറ്റ്സൊക്കെ ഒക്കർ ചെയ്യുന്നത്. ലൗവിറ്റിൻ്റെ ബട്ട്ലറാണ് ജെറമി ഓർ ഫേസ് എന്ന് പറയുന്നത്. ജെറമിയുടെ ഒരു ഫ്രണ്ടാണ് സബ്റ്റിൽ, എ കോൺ ആർട്ടിസ്റ്റ്. അടുത്ത ഫ്രണ്ടാണ് ഡോൾ, എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇവരുടെ ഈ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിനൊക്കെ വിക്റ്റിമായിട്ട് വരുന്ന ഫസ്റ്റ് പേഴ്സണാണ് ഒരു ലോ ക്ലർക്കായിട്ടുള്ള ഡാപ്പർ. സെക്കൻഡ് വിക്റ്റിം ഡ്രഗ്ഗർ, എ ഷോപ്പ് കീപ്പർ. തേർഡ് വൺ എപ്പിക്യൂർ മാമൻ. എപ്പിക്യൂർ മാമൻ്റെ കൂടെ അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ഷുവേർലിയും വരുന്നുണ്ട്. ഷുവേർലിക്ക് ഈ ഒരു ആൽക്കമിയിലൊന്നും വിശ്വാസമില്ല. ഫോർത്ത് വൺ അനാനിയസ് ആൻഡ് ട്രിബുലേഷൻ ഹോൾസം. പിന്നെ ഇതിൽ നമുക്ക് വേറെ 2 ക്യാരക്ടേഴ്സിനെയും കാണാം. കാസ്ട്രൽ, അയാളുടെ സിസ്റ്ററായിട്ടുള്ള ഡെയിം പ്ലാന്റ്. 5 ആക്റ്റായിട്ടാണ് ഈ ഒരു പ്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലണ്ടനിലെ പ്ലാഗ് കാരണം ലൗവിറ്റ് അയാളുടെ വീട് ജെറമിയെ ഏൽപ്പിച്ച് പോവുകയാണ്. ആ ഒരു ടൈമിലാണ് ജെറമി അയാളുടെ 2 ഫ്രണ്ട്സായിട്ടുള്ള സബ്റ്റിൽ ആൻഡ് ഡോളിൻ്റെ കൂടെ ഈ ഒരു ഫ്രൗഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. ജെറമി ഭയങ്കര കണ്ണിങ് ആയതുകൊണ്ട് തന്നെ അയാളുടെ നെയിം ഫേസ് എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫിലോസഫർ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തു തരുമെന്നും അതിലൂടെ അവരുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചു തരാമെന്നും എത്രത്തോളം അവർ ആഗ്രഹിക്കുന്ന അത്രയും റിച്ച് ആകാമെന്നും ക്ലെയിം ചെയ്തിട്ടാണ് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വിക്ടിം എന്ന് പറയുന്നത് സോഷ്യൽ ക്ലൈംബറും ലോ ക്ലർക്കുമായിട്ടുള്ള ഡാപ്പറാണ്. സബ്റ്റിലിൻ്റെ മാജിക് യൂസ് ചെയ്തിട്ട് ഗാംബ്ലിംഗ്, ചൂതുകളിയിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഡാപ്പർ സബ്റ്റിലിൻ്റെ അടുത്ത് വന്നത്. ആദ്യമൊന്നും സബ്റ്റിൽ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് സബ്റ്റിലിൻ്റെ ഒരു ട്രിക്കായിരുന്നു കേട്ടോ. ഗാംബ്ലിങ്ങിൽ ജയിച്ചാലുള്ള ഹാഫ് പ്രൈസ് സബ്റ്റിലിന് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തപ്പോഴാണ് സബ്റ്റിൽ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തത്. സെക്കൻഡ് വിക്റ്റിമായിട്ട് വരുന്നത് ഒരു ലോക്കൽ ഷോപ്പ് കീപ്പറായിട്ടുള്ള ഡ്രഗ്ഗറാണ്. അയാളുടെ പുതിയ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഷോപ്പിൻ്റെ ഡോർ ഏത് സൈഡ് ഫേസ് ചെയ്യണമെന്നുള്ള അഡ്വൈസ് ചോദിച്ചിട്ടാണ് അയാൾ വരുന്നത്. ഇതിന് റിപ്ലൈ ആയിട്ട് സബ്റ്റിൽ പറയുന്നത് അയാളുടെ ബിസിനസ് സൗത്ത് ഫേസ് ചെയ്യണമെന്നും ഡോറിന് താഴെയായിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റ് ഫിക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഡ്രഗ്ഗർ ഭയങ്കര ലക്കി ആയതുകൊണ്ട് തന്നെ ബേസ് മെറ്റൽസ് ഗോൾഡാക്കി മാറ്റാൻ പറ്റുന്ന ഫിലോസഫർ സ്റ്റോൺ അയാൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് വാങ്ങി ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് വിക്റ്റിമായിട്ട് വരുന്നതാണ് സർ എപ്പിക്യൂർ മാമൻ. അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ഷുവേർലിൻ്റെ കൂടെയാണ് അയാൾ വരുന്നത്. ഷുവേർലിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസ് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുവേർലി വരുന്നത്. ഫിലോസഫർ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്റ്റിലിന് കുറേ കാശൊക്കെ മെമ്മൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എലിക്സിർ യൂസ് ചെയ്തിട്ട് ഒരൊറ്റ നൈറ്റ് കൊണ്ട് 50 വുമണായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാഗ് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് മെമ്മൻ്റെ വിഷസ്. ഫോർത്ത് സെറ്റ് ഓഫ് വിക്ടിം എന്ന് പറയുന്നത് പ്യൂരിറ്റൻ കപ്പിളായിട്ടുള്ള അനാനിയാസ് ആൻഡ് ട്രിബുലേഷൻ ഹോൾസമാണ്. ഫിലോസഫർ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരും ഇവിടെ വരുന്നത്. പ്യൂരിറ്റൻസിനെ സെറ്റാറൈസ് ചെയ്യുന്നതിലൂടെ ജാക്കബിയൻ ലണ്ടനിലെ മറ്റൊരു ആസ്പെക്റ്റാണ് ജോൺസൺ പോർട്രേ ചെയ്യുന്നത്. ജാക്കബിയൻ ലണ്ടനിലെ പ്യൂരിറ്റൻസ് തിയേറ്ററിനും ഡ്രാമയും ഒക്കെ ഒപ്പോസ് ചെയ്തിരുന്നു. അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് പ്ലേസ് ഇമ്മോറൽ ആണെന്നും ഗോഡിന് ബെനിഫിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് മോറൽ ആണെന്നും. ഒരു പ്യൂരിറ്റൻ കപ്പിളിലൂടെ ജാക്കബിയൻ ലണ്ടനിലുണ്ടായിരുന്ന പ്യൂരിറ്റൻസിൻ്റെ ഐഡിയാസ് മോക്ക് ചെയ്യുകയാണ് ജോൺസൺ. നെക്സ്റ്റ് ഡ്രഗ്ഗർ കെസ്ട്രൽ എന്ന് പറയുന്ന ഒരാളായിട്ട് ഫേസിൻ്റെ അടുത്തേക്ക് വരും. കെസ്ട്രലിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഡെയിം പ്ലെയിൻറ്റിന് ഒരു അരിസ്ട്രോക്രാറ്റ് ഹസ്ബൻഡുമായിട്ട് മാരേജ് നടത്താൻ വേണ്ടിയിട്ടും എങ്ങനെ ഒരു വിറ്റിയസ്റ്റ് പേഴ്സൺ ആകാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് കെസ്ട്രൽ വരുന്നത്. ആ ഒരു ടൈമിൽ ഫേസ് ലണ്ടനിൽ തന്നെ മോസ്റ്റ് വിറ്റിയസ്റ്റ് പേഴ്സണായിട്ട് സബ്റ്റിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്.
ദെൻ ഫെയറി ക്യൂവിൻ്റെ ഫേവർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡാപ്പർ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫെയറി ക്യൂനായിട്ട് ഡോൾ ആക്ട് ചെയ്യും, പ്രീസ്റ്റായിട്ട് സബ്റ്റിലുമാണ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിലാണ് മെമ്മൻ വരുന്നത്. മെമ്മനും ഡാപ്പറുമായിട്ടുള്ള മീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സബ്റ്റിലും ഫേസും ഡാപ്പറെ ഹൈഡ് ചെയ്യുന്നുണ്ട്. മെമ്മൻ ഡോളുമായിട്ട് ഭയങ്കര അട്രാക്റ്റ് ആവുന്നുണ്ട്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഗാർഡനിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ സബ്റ്റിൽ മെമ്മനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഇൽ ഇൻറ്റൻഷൻ കണ്ടുപിടിച്ചതാണെങ്കിൽ ഫിലോസഫേഴ്സാണ് അയാൾക്ക് നൽകില്ല എന്ന്. ദെൻ സബ്റ്റിൽ കസ്ട്രലും ഡെയിമുമായിട്ട് എൻ്റർ ചെയ്യുന്നു. ആ ഒരു ടൈമിൽ തന്നെ സ്പാനിഷ് മാനായിട്ട് ആക്ട് ചെയ്യുന്ന